കെട്ടിടത്തിൻ്റെ ഒരു റീ ഓപ്പണിങ്ങും അതുപോലെ തന്നെ നമ്മൾ ഫാമിലി മീറ്റാണ് വിളിച്ചത്. പക്ഷേ ഇവിടെ ഇപ്പം ഫാമിലിയായിട്ട് ആരും എത്തിച്ചേർന്നില്ല, എത്തിച്ചേർന്നു തോന്നുന്നു. അപ്പം റീജിയൻ ചെയർമാൻ രാധാകൃഷ്ണൻ, സോൺ ചെയർ, പ്രിയമുള്ള ലൈൻ നേതാക്കളെ, ലേഡി ലൈൻ സുഹൃത്തുക്കളെ, ലിയോ കുട്ടികൾ, വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. നിങ്ങളുടെ സന്തോഷത്തിന് അതിലില്ല, അതോടൊപ്പം ഞങ്ങളും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കുന്നു. ഈ ക്ലബ് ഹാളിൽ 1993 ഞാൻ ആദ്യമായിട്ട് വന്നത്. 1893. അപ്പൊ അന്നുണ്ടായിരുന്ന ആ ഒരു ഹാള് അതിനുശേഷം 2 പ്രാവശ്യം നിങ്ങൾ റെനോവേറ്റ് ചെയ്ത്, 3ാമത്തെ പ്രാവശ്യം റെനോവേറ്റ് ചെയ്തു. എനിക്ക് ഒന്നും ആദ്യ പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം ഈസ്റ്റില് ഞാൻ ഡോക്ടർ പി കെ രവീന്ദ്രനാഥ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ട്രിവാൻഡ്രത്തേക്ക് ഞാൻ 84-ലെ ഓർഗനൈസേഷനിൽ ചേർന്ന് ട്രിവാൻഡ്രത്തേക്ക് വരുന്നത് 90s-ലാണ്, 91-ലാണ്. അപ്പൊ അങ്ങനെ ആ ക്ലബിൽ ചേർന്നിട്ട് നെടുമങ്ങാട് ഒരു ഡിസ്ട്രിക്ട് ഗവർണറുടെ വിസിറ്റ് 93-94 ഡിസ്ട്രിക്ട് ഗവർണർ ഞാൻ അഹമ്മദിലായിരുന്നു. അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. ആ വിസിറ്റിന് വന്ന കാര്യമാണ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ അതിനു മുമ്പേ തന്നെ ഞാൻ സുധാസ് നിങ്ങളുടെ ചാർട്ടർ പ്രസിഡന്റ്, അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. ഞാൻ ആറ്റിങ്ങൽ ലയൺസ് ക്ലബിലാണ് ആദ്യമായിട്ട് ഒരു ലയണായിട്ട് ചേരുന്നത്. ആ ക്ലബിൽ അന്ന് എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് ഇൻഡക്ട് ചെയ്തത് ഈ ക്ലബിൽ നിന്നുള്ള ആദ്യത്തെ ഡിസ്ട്രിക്ട് ഗവർണറായ ലയൺ പി ഭാസ്കരൻ സാറാണ്. സാർ അന്ന് ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് ഗവർണറായിരുന്നു. അന്നത്തെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് ഗവർണറാണ് പിന്നീട് റീജിയൻ ചെയർപേഴ്സണായി മാറിയത്. അത് 84-ലാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഈ ക്ലബിൽ തുടർന്നു. ഇന്ന് നമ്മളോടൊപ്പം അദ്ദേഹമില്ല. ഈ ക്ലബിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും ഒരു ഡിസ്ട്രിക്ട് ഗവർണറെ കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ക്ലബിന് കഴിഞ്ഞു. അങ്ങനെയുള്ള പാരമ്പര്യമുള്ള ലയൺസ് ക്ലബിന് വരുന്നതിലും വീണ്ടും വീണ്ടും കാണുന്നതിനെ ഓരോരുത്തരെ കാണുന്നതിനൊക്കെ വളരെ സന്തോഷമുണ്ട്. ഇതിന്റെ ചാർട്ടർ മെമ്പേഴ്സിനെല്ലാം ഞാൻ വളരെ സൗഹൃദത്തോടുകൂടി കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. സോൺ ചെയർമാൻ ആയിരുന്ന സമയത്ത് ഞാൻ സോൺ ചെയർമാൻ ആയിരുന്ന ക്ലബ് പ്രസിഡന്റ് ആയിരുന്നത് 97-98-ലായിരുന്നു. 97-98-ലായിരുന്നു പ്രസിഡന്റ് ആയത് ട്രിവാൻഡ്രം ഈസ്റ്റിന്റെ. 98-99-ലായിരുന്നു ഞാൻ സോൺ ചെയർമാൻ ആയത്. ഓരോരുത്തരോടും ഒത്തൊരുമിച്ച് നിൽക്കാനൊക്കെ ഒരുപാട് അവസരം ഈ ക്ലബ് തന്നിട്ടുണ്ട്. വളരെ സന്തോഷപൂർവ്വം അത് ഓർമ്മിക്കുന്നു. ഇതിന്റെ ഓരോ സ്റ്റേജും ഞാൻ സന്തോഷത്തോടുകൂടി ഞാൻ ലിസ്റ്റ് നോക്കിയായിരുന്നു. ഇതിനകത്തുള്ള എല്ലാ ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. കാരണം വാസനായ സാറ് ഗവർണറായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് സെക്രട്ടറി, ക്യാബിനറ്റ് ട്രഷറി ക്ലബിൽ നിന്നായിരുന്നു ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് അവരെല്ലാം വളരെ സുപരിചിതരാണ്. റീജിയൻ കോൺഫറൻസിന്റെ മീറ്റിങ്ങുകളിലൊക്കെ ഇവരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ചാർട്ടർ മെമ്പേഴ്സിനെ എല്ലാം പരിചയപ്പെടാനും അവരോടൊക്കെ സംസാരിക്കാനും സംബന്ധിക്കാനുള്ള വലിയ അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നതിൽ അതീവ സന്തോഷമുണ്ട്. ഇന്ന് ഈ ക്ലബ്ബ് മറ്റൊരു ഫേസിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് കൂടെ പറയുകയുണ്ടായി, ഇതൊരു വലിയ യജ്ഞം തന്നെയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ യജ്ഞത്തിന് മുമ്പ് ഒരു വലിയ യജ്ഞം കുറെ ആൾക്കാർ നടത്തിയ ഇങ്ങനെ ഒരു ക്ലബ്ബാണ് കൂടെ ഉണ്ടാക്കിയത്. ചുവരുള്ളത് കൊണ്ട് നിങ്ങൾ ചിത്രം വരയ്ക്കുന്നില്ല. അത് നിങ്ങളെന്താ ആലോചിക്കാത്തത്? ഞങ്ങൾ ട്രിവാൻഡ്രത്ത് കിടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ക്ലബ്ബാണെന്ന് പറയുന്നത് ഇന്നും ഞങ്ങൾക്ക് സ്വപ്നമാണ്. ആ സ്വപ്നം നിങ്ങൾ ഉണ്ടാതിരുന്ന സമയത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കാണും. എന്നാലും നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രൊഡ്യൂസേഴ്സ് ഈ സ്ഥലം മേടിച്ച് അല്ലെങ്കിൽ സ്ഥലം ഡൊണേറ്റ് ചെയ്യിച്ച് ഇത്തരം ഒരു ക്ലബിന്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത് കൊണ്ടാണ് വിജയകുമാറിനും ഇവിടെ 2ാമത്തെ 3ാമത്തെ പ്രാവശ്യം ഇത് മെയിൻ്റനൻസ് നടത്തി ഇങ്ങനെ ഒരു ക്ലബിന് മറ്റൊരു മുഖം കൊടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അജന്മത്തിൽ നമ്മൾ ഈ ക്ലബിന്റെ എല്ലാ ചാർട്ടർ മെമ്പേഴ്സിനോടും ഇതിനുവേണ്ടി എത്തിച്ച സീനിയർ മെമ്പേഴ്സിനോടും കടപ്പെട്ടിരിക്കുന്നു. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ന്യൂസ് ലെറ്റർ
അനാവരണം ചെയ്ത് റിലീസ് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് ആണോ അയാൾ ഇനി വീതിക്കാൻ നോക്കും, സ്പ്ലിറ്റ് ചെയ്യിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 50 കിലോമീറ്ററിൽ ഒരു ഡിസ്ട്രിക്റ്റ് ആകാൻ അവിടെ പിന്നെ പുതിയ ഗവർണർമാർക്ക് ഈ ഒരുപാട് ഗവർണർമാരായിട്ടുണ്ടായിട്ടുള്ള കാര്യം എനിക്കറിയത്തില്ല. ഉണ്ടാകുന്ന ഗവർണർ ഒന്നും മതി, അത് നന്നായിരിക്കും, അത് ഗവർണറായിരിക്കും. ആ ഗവർണറെ എവിടെ വെച്ച് ആര് കണ്ടിരുന്നാലും ആദരിക്കപ്പെടും. പല ഗവർണർമാരെ കണ്ടാൽ പലരും ആദരിക്കുന്നതായിട്ട് എനിക്കിപ്പോ തോന്നുന്നില്ല. ഞാനിത് വെറുതെ പറയുന്നതല്ല. അപ്പൊ ആ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് പോകണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. മെമ്പേഴ്സിനെ കൂട്ടിക്കോ. ഇനിയിപ്പോ ഇന്റർനാഷണൽ പ്രസിഡന്റ് പറഞ്ഞതാണ് VP സിംഗ്. അദ്ദേഹം അവരാണിത് തീരുമാനിക്കുന്നത്. സംഭവം പലരും പിന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ല. എല്ലാവർക്കും നമസ്കാരമുണ്ട്. സാർ പറഞ്ഞതാണ് ആ ഒരു പോയിന്റ്. അതിന് ചില പ്രോട്ടോകോളും സാർ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പ്രസംഗിക്കുന്ന ഉദ്ഘാടകന് അല്ലെങ്കിൽ പിന്നെ സ്വാഗതം ആശംസിക്കുന്നതിന് വിളിച്ച് മറ്റു ആരും ഈ വേദിയിൽ പറയേണ്ടെന്നും സാറ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പലയിടത്തും വരുന്നത്. പിന്നെ നമ്മുടെ PDG ഹോണറിങ്ങിന്റെ ചർച്ച വന്നപ്പോൾ എന്നെ വിജയകുമാർ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം. സാറിനോട് ചോദിച്ചത് എന്താണ്, ആരെയാണ് വിളിക്കുന്നത് വിളിച്ചു. പക്ഷെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, നമ്മുടെ മൈ ഓൺ ഗവർണറായ പക്ഷെ ഞാൻ പറഞ്ഞില്ല. കാര്യം ഈ ഇപ്പോഴത്തെ ഭരണസമിതി എന്ന് പറഞ്ഞാൽ വിജയകുമാറിന്റെ അവരാണ് ഇത് തീരുമാനിക്കുന്നത്. സംഭവം പലരും പിന്നെ സമീപിച്ചു. ഫൈനലി നോക്കി കിട്ടിയത് അജയകുമാർ സാർ. എനിക്ക് ഏറ്റവും സന്തോഷം. കാര്യം വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചതാണ് ഈ രീതിയിലുള്ള ഒരു പിന്നെ ചടങ്ങ്. കാര്യം നമ്മളൊരു പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണറെ ആദരിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒരു ഗവർണർ തന്നെ. എനിക്ക് പേഴ്സണലി എന്തുകൊണ്ടാണ്